Next is the second step in the preparation of fund flow statement. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യാം. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് നോൺ കറണ്ട് അക്കൗണ്ട്സ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള എല്ലാ നോൺ കറണ്ട് അക്കൗണ്ടുകളും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഫണ്ട് ഫ്ലോ പ്രിപ്പറേഷനിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ബാലൻസ് ഷീറ്റ് ഐറ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. കറണ്ട് അക്കൗണ്ടുകളും അതുപോലെ നോൺ കറണ്ട് അക്കൗണ്ടുകളും. അതിൽ കറണ്ട് അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്തത്. അതായത് പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അത് പ്രിപ്പയർ ചെയ്ത് എന്തുപയോഗിച്ചിട്ടാണ്? കറണ്ട് അസറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ നമ്മളിനി അതിൽ തന്നിട്ടുള്ള നോൺ കറണ്ട് അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഇനി അതിൽ നമ്മളിപ്പോൾ നേരത്തെ ബാലൻസ് ഷീറ്റിൽ കുറേ ഐറ്റംസൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതായത് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, അങ്ങനത്തെ സംഭവങ്ങളും അതുപോലെ ഫിക്സഡ് അസറ്റുകളൊന്നും നമ്മൾ നേരത്തെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കാത്ത ഐറ്റംസിൻ്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട്സ് വരയ്ക്കലാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഓക്കെ, ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് നോൺ കറണ്ട് അക്കൗണ്ട്സ് ഗിവൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. നമ്മൾ നേരത്തെ ഉപയോഗിക്കാത്ത ബാലൻസ് ഷീറ്റ് ഐറ്റത്തിൻ്റെ ഒക്കെ അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ദിസ് ഈസ് ടു അസർട്ടൈൻ ദ ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഫ്രം നോൺ കറണ്ട് അക്കൗണ്ട്സ്. ഇതെന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ഈ നോൺ കറണ്ട് അക്കൗണ്ടുകളിൽ എന്തെങ്കിലും ഇൻഫ്ലോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്ഫ്ലോയോ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സെപ്പറേറ്റ് അക്കൗണ്ട്സുകൾ വരയ്ക്കുന്നത്. ഓക്കെ, ഈ നോൺ കറണ്ട് അക്കൗണ്ടിൻ്റെ പേരിൽ എന്തെങ്കിലും ക്യാഷ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാഷ് പോയിട്ടുണ്ടോ എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോൺ കറണ്ട് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ദ ജനറൽ പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോൺ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ എ ഡിക്രീസ് ഇൻ നോൺ കറണ്ട് അസറ്റ് ഓർ ഇൻക്രീസ് ഇൻ നോൺ കറണ്ട് ലയബിലിറ്റി റിസൾട്ട് ഇൻ ഇൻഫ്ലോ ഓഫ് ഫണ്ട്. അതായത് നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കൊരു നോൺ കറണ്ട് അസറ്റിൽ ഡിക്രീസോ അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റികൾ ഇൻക്രീസോ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം അവിടെ ഇൻഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. അതായത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. നോൺ കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യാന്ന് വെച്ചാൽ, നോൺ കറണ്ട് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് ഡിക്രീസ് ചെയ്യാന്ന് വെച്ചാൽ അത് വിറ്റിട്ടുണ്ടാവും. അതായത് ഇത്രയും നാളും ഉണ്ടായിരുന്നത് 10 ലക്ഷം ഫിക്സഡ് അസറ്റ് ഉണ്ടായിരുന്നു, ഇതിപ്പോൾ 8 ലക്ഷമായിട്ട് കുറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? 2 ലക്ഷം വിലയുള്ള ഫിക്സഡ് അസറ്റ് വിറ്റിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്നിട്ടുണ്ടായി? ഇൻഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടായി. അതാണ് ഡിക്രീസ് ഇൻ നോൺ കറണ്ട് അസറ്റ്. അസറ്റ് കുറയാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറയ്ക്കുക, വിറ്റിട്ടാണ് കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ വിൽക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? നമ്മുടെ ക്യാഷ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇൻഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. ഓർ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി കൂടിയ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ കൂടി എന്ന് വിചാരിക്കുക. ഷെയർ ക്യാപിറ്റൽ ഒരു നോൺ കറണ്ട് ലയബിലിറ്റി ആണ്. ഷെയർ ക്യാപിറ്റൽ കൂടി എന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും നാളും 10 ലക്ഷം ഷെയർ ക്യാപിറ്റൽ ഉള്ളത് 20 ലക്ഷമായിട്ട് മാറി. അതിൻ്റെ അർത്ഥം നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയിലേക്ക് ഫണ്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫ്ലോ ഓഫ് ഫണ്ടാണ്. ഓക്കെ, അപ്പോൾ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ നോൺ കറണ്ട് ലയബിലിറ്റി ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ഇൻഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്, കമ്പനിയിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ, ഇൻക്രീസ് ഇൻ നോൺ കറണ്ട് അസറ്റ്സ് or decrease in non-current liability means outflow of fund. അതായത് നമ്മൾ ഇൻക്രീസ് ഇൻ നോൺ കറണ്ട് അസറ്റ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞോ, അതേ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഫിക്സഡ് അസറ്റ് സപ്പോസ് ഇപ്പോൾ 5 ലക്ഷം ഉണ്ട്, ഇപ്പോൾ അത് 6 ലക്ഷമായിട്ട് മാറി. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇത്രയും നാളും ഉണ്ടായിരുന്ന 5 ലക്ഷത്തിൽ നിന്ന് 6 ലാഖിലേക്ക് കൂടിയപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഏതോ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് വാങ്ങാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അപ്പോൾ അവിടെ എന്ത് വന്നിട്ടുണ്ടാവും? ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് വന്നിട്ടുണ്ടാവും. ഓർ ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി, നമ്മൾ ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞു എന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഷെയർ ക്യാപിറ്റൽ നമ്മൾ തിരിച്ചടച്ചിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ വേണ്ട, ഷെയർ ക്യാപിറ്റൽ അങ്ങനെ തിരിച്ചടയ്ക്കാറില്ല. ഡിബഞ്ചേഴ്സിൻ്റെ എക്സാമ്പിൾ എടുക്കാം. അതും ഒരു നോൺ കറണ്ട് ലയബിലിറ്റിയാണ്. ഡിബഞ്ചേഴ്സ് കുറഞ്ഞു. ഇത്രയും നാളും 5 ലക്ഷം ഉണ്ടായിരുന്നത് നെക്സ്റ്റ് ഇയർ ആയപ്പോഴേക്കും 3 ലക്ഷമായിട്ട് കുറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ 2 ലക്ഷം രൂപയുടെ എമൗണ്ട് തിരിച്ചു കൊടുത്തു. എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. അപ്പോൾ അവിടെ എന്ത് വന്നു? ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് വന്നു. ഓക്കെ, ഇതാണ് 2 പ്രിൻസിപ്പിൾസ്. നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഒരു നോൺ കറണ്ട് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇത് മനസ്സിലുണ്ടാവണം. അതായത് നോൺ കറണ്ട് അസറ്റ്സ് കുറഞ്ഞു. അതിൻ്റെ അർത്ഥം നമ്മൾ വിറ്റു, ക്യാഷ് വന്നു. അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റീസ് കൂടി, അതായത് പുതിയ ഡിബഞ്ചേഴ്സോ പുതിയ ഷെയർസോ ഇഷ്യൂ
ഇഷ്യൂ ചെയ്തു, ക്യാഷ് ഫണ്ട് വന്നു. അപ്പോൾ ഡിക്രീസ് ഇൻ നോൺ കറണ്ട് അസറ്റ് ഓർ ഇൻക്രീസ് ഇൻ നോൺ കറണ്ട് ലയബിലിറ്റി മീൻസ് ഇൻഫ്ലോ ഓഫ് ഫണ്ട്. ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഏതൊക്കെ വരിക? ഇൻക്രീസ് ഇൻ നോൺ കറണ്ട് അസറ്റ്സ്, അതായത് നമ്മൾ പുതിയ ഫിക്സഡ് അസറ്റ് വാങ്ങി, ഓർ ഡിക്രീസ് ഇൻ നോൺ കറണ്ട് ലയബിലിറ്റി, നമ്മുടെ ഏതെങ്കിലും ഒരു ഫിക്സഡ് ലയബിലിറ്റി നമ്മൾ തിരിച്ചു കൊടുത്തു, റിഡംഷൻ തിരിച്ചു കൊടുത്തു, ഡിബഞ്ചറൊക്കെ തിരിച്ചു കൊടുത്തു, ആ എമൗണ്ടൊക്കെ റിഡംഷൻ നടത്തി. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഇൻഫ്ലോയ്ക്ക് നോൺ കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യണം, അതിൻ്റെ ഓപ്പോസിറ്റ് നോൺ കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അവിടെ ഇൻഫ്ലോ ആണ്. ദെൻ ഔട്ട്ഫ്ലോയ്ക്ക് നോൺ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യണം, നോൺ കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യണം. ഓക്കെ, ആ പ്രിൻസിപ്പിൾ ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. ദെൻ ദ ഇമ്പോർട്ടൻറ്റ് നോൺ കറണ്ട് അക്കൗണ്ട്സ് ആർ ഡിസ്കസ്ഡ് ബിലോ. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് നോൺ കറണ്ട് അക്കൗണ്ട്സുകളുടെ പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. ഓക്കെ, ഒന്നാമത്തത് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് മേ ബി ഐദർ അറ്റ് എ കോസ്റ്റ് ഓർ അറ്റ് എ റിട്ടേൺ ഡൗൺ വാല്യൂ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ അതൊന്നല്ലെങ്കിൽ അറ്റ് കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലായിരിക്കും. അറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് ആ പ്രൈസിൽ തന്നെയായിരിക്കും അത് കിടക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂലായിരിക്കും. റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് വെച്ചാൽ അതാത് കൊല്ലം നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷനൊക്കെ ലെസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ടിലായിരിക്കും ആ എമൗണ്ട് ആ ഫിക്സഡ് അസറ്റ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഫിക്സഡ് അസറ്റ് മേ ബി അറ്റ് കോസ്റ്റ് ഓർ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ. Therefore, it should be ascertained first whether it appear at cost or at written down value. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റിലാണോ അതോ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാണോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് എല്ലാ ഫിക്സഡ് അസറ്റും ഒന്നല്ലെങ്കിൽ അറ്റ് കോസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലായിരിക്കും. അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് പ്രിപ്പറേഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റിലാണോ അല്ലെങ്കിൽ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാണോ നമ്മൾ കണ്ടുപിടിക്കലാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. When provision for depreciation is given on the liability side of the balance sheet, it is at the cost. അതായത് ആ അസറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആ സെയിം ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റിലായിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും ആദ്യം ഒരു അക്കൗണ്ട്സ് വരയ്ക്കുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ അറ്റ് കോസ്റ്റ് ആണോ അല്ലെങ്കിൽ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ആണോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ആ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് സെപ്പറേറ്റ് ലയബിലിറ്റി സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന അസറ്റ് സൈഡിൽ കിടക്കുന്ന ഫിക്സഡ് അസറ്റ് എന്തായിരിക്കും? അറ്റ് കോസ്റ്റിലായിരിക്കും. If nothing is mentioned about the provision for depreciation, it will be at written down value. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനെ കുറിച്ചിട്ട് ലയബിലിറ്റി സൈഡിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അപ്പുറത്ത് കിടക്കുന്ന ഫിക്സഡ് അസറ്റ് അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലായിരിക്കും. ഓക്കെ, അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഫിക്സഡ് അസറ്റിൻ്റെ അക്കൗണ്ട് പ്രിപ്പറേഷന് മുമ്പ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അത് അറ്റ് കോസ്റ്റിലാണോ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാണോ കണ്ടുപിടിക്കണം. അതിനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ആ ബാലൻസ് ഷീറ്റിൽ തന്നെ ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അസറ്റ് സൈഡിൽ കിടക്കുന്ന നമ്മുടെ ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റിലായിരിക്കും. അതേസമയം ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അസറ്റ് സൈഡിൽ കിടക്കുന്ന ഫിക്സഡ് അസറ്റ് അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി അറ്റ് കോസ്റ്റിലാകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അതുപോലെ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാകുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു അറ്റ് കോസ്റ്റാണ് അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് കണ്ടുപിടിച്ചു. ഇനി അറ്റ് കോസ്റ്റിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയാനായിട്ട് പോണത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2 അക്കൗണ്ട്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഒരു അക്കൗണ്ടിൻ്റെ പേരാണ് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ഏത് ഫിക്സഡ് അസറ്റ് ആണോ ആ അക്കൗണ്ട്. ഇപ്പോൾ സപ്പോസ് മെഷീനറി ആണെങ്കിൽ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ
ഫർണിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ട്, ഏത് ഫിക്സഡ് അസറ്റ് ആണോ തന്നിരിക്കുന്നത് അതിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. പ്ലസ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ 2 അക്കൗണ്ട്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫിക്സഡ് അസറ്റിൻ്റെ അക്കൗണ്ടും അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും. അറ്റ് കോസ്റ്റിലാണെങ്കിൽ ചെയ്യേണ്ട കാര്യമായിട്ടാ, അപ്പുറത്ത് നമുക്കിത് കഴിഞ്ഞിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 2 അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തു, ഫിക്സഡ് അസറ്റും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അണ്ടർ ദി ഹെഡ് പി ആൻഡ് എൽ അക്കൗണ്ട്. ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും ഇക്കൊല്ലത്തെ ഡിപ്രീസിയേഷൻ, അതായത് ആ അസറ്റിന് ചാർജ് ചെയ്യേണ്ട ഇക്കൊല്ലത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. അതെന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. എന്ത് പേരിലെ? പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ പേരിലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്? കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ എമൗണ്ട് എവിടെ ക്രെഡിറ്റ് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അണ്ടർ ദി ഹെഡ് പി ആൻഡ് എൽ അക്കൗണ്ട്. എന്തെന്ന് പറഞ്ഞിട്ട് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടല്ല എഴുതേണ്ടത്, പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. ദെൻ മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ അസറ്റിൻ്റെ സെയിൽസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ആ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ മെഷീനറി ആണെങ്കിൽ ആ മെഷീനറിയുടെ സെയിൽസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുക. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സെയിൽസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ നമ്മൾ നോക്കണം. ദെൻ പ്രോഫിറ്റ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, എന്ത് പേരിൽ? അണ്ടർ ദി ഹെഡ് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് എന്താ നോക്കേണ്ടത്? ഈ അസറ്റ് വിറ്റ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പി ആൻഡ് എൽ അക്കൗണ്ടിലെ ഫിക്സഡ് അസറ്റിലെ പ്രോഫിറ്റ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഏതിലെ എന്തെന്ത് പേരിൽ? പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ പേരിൽ ഡെബിറ്റ് ചെയ്യുക. ലോസ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നാലാമത് ചെയ്യേണ്ടത് ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെയിൽ. അങ്ങനെ നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ് നോക്കിയത്. ഇനി ആ ഫിക്സഡ് അസറ്റ് വിറ്റ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അണ്ടർ ദി ഹെഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. ആ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അണ്ടർ ദി ഹെഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഒരു കാര്യമുള്ളത് അത് അടുത്ത സ്ലൈഡിലാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അറ്റ് കോസ്റ്റിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ 4 കാര്യം ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തെ എന്തായിരുന്നു? 2 അക്കൗണ്ട് വരയ്ക്കണം, ഒരു ഫിക്സഡ് അസറ്റ് അക്കൗണ്ടും പിന്നെ വരയ്ക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും വരയ്ക്കണം. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടത് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അണ്ടർ ദി ഹെഡ് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യണം. മൂന്നാമത് ചെയ്യേണ്ടത് ആ അസറ്റ് വിറ്റിട്ടുണ്ടോ നോക്കുക. ആ ക്വസ്റ്റ്യനിൽ ആ അസറ്റ് വിറ്റ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. അങ്ങനെ ആ അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായേക്കണേ നോക്കുക. ലാഭമാണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക അണ്ടർ ദി ഹെഡ് പി ആൻഡ് എൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ. ദെൻ അതിൽ നിന്ന് വന്ന ക്യാഷ് റെസിപ്റ്റ്, ആ അസറ്റ് വിറ്റിട്ട് നമുക്ക് വന്ന ക്യാഷ് റെസിപ്റ്റ് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക അണ്ടർ ദി ഹെഡ് ബാങ്ക് അക്കൗണ്ട് എന്ന പേരിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഒരെണ്ണം അടുത്ത സ്ലൈഡിലാണ്, അത് ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. ഇത് അറ്റ് കോസ്റ്റിലാവുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് റിട്ടേൺ ഡൗൺ വാല്യൂ ആണെന്ന് മനസ്സിലാക്കുക. ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം റിട്ടേൺ ഡൗൺ വാല്യൂലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ 2 അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി, ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. കാരണം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒന്നും കിട്ടില്ല, കാരണം ലയബിലിറ്റി സൈഡിൽ ഇല്ല. അപ്പോൾ നമുക്ക് ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരേ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി, ദാറ്റ് ഈസ് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ദെൻ അപ്പുറത്ത് എന്താ ചെയ്യുക? രണ്ടാമത് നമ്മൾ എന്താ നോക്കാറ്? കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ നോക്കാറുണ്ട്. അങ്ങനെ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്താ നമ്മൾ ചെയ്യാറ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യാറ്.
ഇവിടെ നമ്മൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കണില്ല. അപ്പം നമ്മൾ ഏതിൽ ക്രെഡിറ്റ് ചെയ്യുക? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക അണ്ടർ ദി ഹെഡ് ഡിപ്രീസിയേഷൻ. അവിടെ നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം? അണ്ടർ ദി ഹെഡ് P&L അക്കൗണ്ട് എന്നാണ് എഴുതാറ്. ഇവിടെ നിന്ന് എഴുതണം അണ്ടർ ദി ഹെഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത്. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലേക്കാണ്, അണ്ടർ ദി ഹെഡ് ഡിപ്രീസിയേഷൻ. ദെൻ അടുത്ത രണ്ടും സെയിം ആണ്. അടുത്ത് നമ്മൾ എന്താ ചെയ്യാറ്? ആക്റ്റീവ് കോസ്റ്റിലാണെങ്കിൽ സെയിൽസ് ഉണ്ടോ നോക്കും, പ്രോഫിറ്റോ ലോസോ നോക്കും, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. എന്താ നമ്മൾ ചെയ്യാറ്? സെയിൽസ് ഉണ്ടോ നോക്കി, സെയിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യും, ലോസ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതാണ് നമ്മൾ ആക്റ്റീവ് കോസ്റ്റിൽ പഠിച്ചത്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. സെയിം അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ ഇവിടെയും ചെയ്യുക, യാതൊരു വ്യത്യാസവുമില്ല. അറ്റ് കോസ്റ്റ് ആയാലും അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ആയാലും സെയിൽസിൽ യാതൊരു വ്യത്യാസവുമില്ല, സെയിം അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ ചെയ്യാം. ദെൻ അടുത്ത് നമ്മൾ അതിലെന്താ ചെയ്യുക? ക്യാഷ് റെസീപ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതും സെയിം തന്നെ. അതായത് അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അണ്ടർ ദി ഹെഡ് ബാങ്ക്. അത് തന്നെയാണ് റിട്ടേൺ ഡൗൺ വാല്യൂലായാലും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ 4 കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി റിട്ടേൺ ഡൗൺ വാല്യൂ ഇനി പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ട, ഇത്രയ്ക്കുള്ള. ഇനി അറ്റ് കോസ്റ്റിലാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി പഠിക്കാനുള്ളത്. റിട്ടേൺ ഡൗൺ വാല്യൂവിന് വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, ഈ 4 മാത്രമുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടിയും കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് കോസ്റ്റിലാണോ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാണെന്ന് കണ്ടുപിടിക്കണം. അറ്റ് കോസ്റ്റിലാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അറ്റ് കോസ്റ്റിലായിരിക്കും, ഇല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂലായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ അത് ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞ് അറ്റ് കോസ്റ്റിലാണെങ്കിൽ നമ്മൾ 2 അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം, ഫിക്സഡ് അസറ്റ് അക്കൗണ്ടും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും. അതേസമയം റിട്ടേൺ ഡൗൺ വാല്യൂലാണെങ്കിൽ നമ്മൾ ഒരേ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി, ദാറ്റ് ഈസ് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ദെൻ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം എന്നാണ്. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ അറ്റ് കോസ്റ്റിലാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്കാണ്, അണ്ടർ ദി ഹെഡ് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അതേസമയം റിട്ടേൺ ഡൗൺ വാല്യൂലാണെങ്കിൽ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും, അണ്ടർ ദി ഹെഡ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അടുത്ത നമുക്ക് സെയിൽ ഓഫ് അസറ്റ്സ് ആണ്. രണ്ടിലും സെയിം അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആ അസറ്റ് വിറ്റിട്ട് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായേക്കണേ നോക്കുക. ലാഭമാണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക, അണ്ടർ ദി ഹെഡ് P&L അക്കൗണ്ട്. അത് 2 കേസിലും സെയിം തന്നെയാണ്. അടുത്ത നോക്കേണ്ടത് ഈ അസറ്റ് വിറ്റിട്ട് നമുക്ക് ഉണ്ടായ ക്യാഷ് റെസീപ്റ്റിനെ കുറിച്ചിട്ടാണ്. ആ ക്യാഷ് റെസീപ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. 2 കേസിലും അറ്റ് കോസ്റ്റ് ആയാലും ശരി അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലായാലും ശരി നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയ്ക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ റിട്ടേൺ ഡൗൺ വാല്യൂവിന് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. ഈ 4 കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ അറ്റ് കോസ്റ്റിലാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഉണ്ട്, അത് ഞാൻ അടുത്ത സ്ലൈഡിലാണ് എഴുതിയിരിക്കുന്നത്. അറ്റ് കോസ്റ്റിൽ നമ്മളൊരു കാര്യം കൂടിയും ശ്രദ്ധിക്കണം. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഓഫ് സോൾഡ് അസറ്റ്. നമ്മൾ അസറ്റ് വിറ്റെന്ന് നോക്കി, അതിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടാവും. മറ്റേതിൽ തരില്ല, കാരണം റിട്ടേൺ ഡൗൺ വെള്ളം അങ്ങനെ അക്യുമുലേറ്റഡ് ഉണ്ടാവില്ല. ഓരോ കൊല്ലം കുറച്ചിട്ടാണ് എഴുതുക. അതാണ് അറ്റ് കോസ്റ്റും റിട്ടേൺ ഡൗൺ വാല്യൂയും തമ്മിലുള്ള വ്യത്യാസം. അറ്റ് കോസ്റ്റിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ കോസ്റ്റിൽ നിന്ന് കുറച്ച് എഴുതില്ല, ഇങ്ങനെ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അതേസമയം അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാണെങ്കിൽ അതാത് കൊല്ലത്തെ ഡിപ്രീസിയേഷൻ അതാത് കൊല്ലം കുറച്ച് എഴുതും. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂവിൽ വരാത്തത്. അതേസമയം അറ്റ് കോസ്റ്റിലാണെങ്കിൽ അതിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അതായത് ഇത്രയും നാൾ നമ്മൾ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ എമൗണ്ട് അവിടെ എടുക്കുന്നുണ്ടാവും. അതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറയുന്നത്, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഓഫ് സോൾഡ് അസറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, അണ്ടർ ദി ഹെഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോണ്ട എൻട്രി എവിടെ വരും? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഫിക്സഡ് അസറ്റിലും വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ അറ്റ് കോസ്റ്റിലാണെങ്കിൽ ഒരു എക്സ്ട്രാ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയും വരും. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഓഫ് സോൾഡ് അസറ്റ്, നമ്മൾ വിറ്റ അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അവിടെ എടുക്കുന്നുണ്ടാവും. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എന്ത് പേരിൽ? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഓക്കെ,
അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ വരയ്ക്കുന്നുണ്ട്. അറ്റ് കോസ്റ്റിലാണെങ്കിൽ നമ്മൾ 2 അക്കൗണ്ട്സ് വരയ്ക്കും. ഒന്ന് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടും ഒന്ന് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും. അപ്പോൾ ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ചെയ്യണം. എന്ത് പേരിൽ? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന പേരിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കോണ്ട എൻട്രി എവിടെ വരും? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടും എഴുതണം. ഇതൊരു എക്സ്ട്രാ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അറ്റ് കോസ്റ്റിലാണെങ്കിൽ. റിഗാർഡിംഗ് ദി അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഓഫ് സോൾഡ് അസറ്റ്, നമ്മൾ വിറ്റ അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ചെയ്യുക. എന്ത് പേരിൽ? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അതിൻ്റെ കോൺട്രാ എൻട്രി ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. എന്ത് പേരിൽ? അതിൻ്റെ കോൺട്രാ എൻട്രി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. എന്ത് പേരിൽ? ഫിക്സഡ് അസറ്റിൻ്റെ പേരിൽ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഫിക്സഡ് അസറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. ഈ ടേബിൾ പഠിച്ചാൽ ഒരുവിധം നമുക്ക് കാൽക്കുലേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആദ്യം അറ്റ് കോസ്റ്റ് ആണോ റിട്ടേൺ ഡൗൺ വാല്യൂ ആണോ നോക്കുക. പിന്നെ അതിൻ്റെ അറ്റ് കോസ്റ്റ് ആണെങ്കിൽ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ആണെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്താം. നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പഠിച്ചപ്പോൾ 2ലും 3ാമത്തെ കേസായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ്. പ്രോഫിറ്റ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക എന്ന് പഠിച്ചു. അപ്പം എങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് നിർത്താം. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ആ ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായേക്കണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് സെയിൽസ് ചെയ്ത് കോസ്റ്റ് ഓഫ് അസറ്റ്സ് ചെയ്ത് ആ അസറ്റിൻ്റെ കോസ്റ്റ് എഴുതാം. അതിൽ നിന്ന് ആദ്യം നമ്മൾ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. ദെൻ അതിൽ നിന്ന് സെയിൽസ് റെസീപ്റ്റ് ലെസ് ചെയ്യുക. ഓക്കെ, അസറ്റിൽ നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക, ദെൻ സെയിൽസ് റെസീപ്റ്റും ലെസ് ചെയ്ത് ബാക്കിയുള്ളതാണ് നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് ആയിട്ട് വരിക. പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ലോസ് ആയിരിക്കും. ഓക്കെ, അത് ഇപ്പോൾ ഐഡിയ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എന്നാൽ ജസ്റ്റ് ഒരു ഐഡിയ ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കോസ്റ്റിൽ നിന്ന് ആദ്യം അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക? സെയിൽസ് റെസീപ്റ്റ് ലെസ് ചെയ്യുക. എന്നിട്ട് അത് സെയിൽസ് റെസീപ്റ്റ് കുറവാണെങ്കിൽ ലോസ് ആയിരിക്കും, സെയിൽസ് റെസീപ്റ്റ് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അത് കണ്ടുപിടിച്ചിട്ടാണ് നമ്മളത് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ നോക്കുക. പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അതും കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഫിക്സഡ് അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അത് ലോസ് ആണോ പ്രോഫിറ്റ് ആണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.